സ്റ്റാർട്ട്. ഹായ്, നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് വരുന്നത് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്നുള്ള ചാപ്റ്ററാണ്. ഓക്കെ, സി വി നോ ദാറ്റ് റേഷ്യോ, പ്രൊപ്പോർഷൻ, ഇൻഡിസസ് ആൻഡ് ലോഗ് ഇത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററാണ്. സോ ഈ ചാപ്റ്ററിൽ നിന്നും ഏകദേശം ഒരു 4 to 5 മാർക്സ് ആണ് മാക്സിമം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ സോ രണ്ടും കൂടി മേ ബി ഒരു 2 മാർക്സ് ഓർ 3 മാർക്സ് മാക്സിമം. സോ അത്രയൊക്കെയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. ഓക്കെ, സോ റേഷ്യോയിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ള, പ്രൊപ്പോർഷനിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ള നോക്കാം. റെഡി. സി റേഷ്യോ മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ A:B എന്ന രീതിയിലാണ് നമ്മൾ എഴുതുന്നതെന്ന് വിചാരിക്കുക, അല്ലേ? സോ A:1 ആണെങ്കിൽ A:B എന്നുള്ള രീതിയിൽ എഴുതുവാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് A ഈസ് ദ ആൻറ്റിസിഡൻറ്റ്. ഓക്കെ, ആൻറ്റിസിഡൻറ്റ് എന്ന് പറയും. അതേപോലെ ബീനെ നമുക്ക് എന്ത് പറയാം, കോൺസീക്വൻ്റ് എന്ന് പറയാം. ബി ഈസ് നോൺ ആസ് കോൺസീക്വൻ്റ്. ഓക്കെ, സോ എ റേഷ്യോ A:B എന്നുള്ള രീതിയിലാണെങ്കിൽ ആൻറ്റിസിഡൻറ്റ് ആൻഡ് കോൺസീക്വൻ്റ് എന്ന് പറയാം, അല്ലേ? റേഷ്യോയിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓർഡർ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, അല്ലേ? സോ ഓർഡർ ഓഫ് ദ റേഷ്യോ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എന്ത് യൂണിറ്റ് എടുക്കുന്നോ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇപ്പോൾ സെൻറ്റിമീറ്ററിലുള്ള ഒരു സാധനവും നമുക്ക് മീറ്ററിലുള്ള സാധനവും തമ്മിൽ ഡയറക്റ്റ് ആയിട്ട് കമ്പാരിസൺ പറ്റൂല. എന്ത് ചെയ്യേണ്ടി വരും, സെയിം യൂണിറ്റിലോട്ട് മാറ്റിയിട്ട് വേണം ചെയ്യാൻ, അല്ലേ? ദ ഐറ്റം ഷുഡ് ബി ഓഫ് സെയിം കൈൻഡ്. അതായത് നമുക്കൊരു സാലറിയും ഹൈറ്റും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റൂല. സാലറി ഈസ് ഡിഫറെൻറ്റ്, അല്ലേ? ആൻഡ് ഹൈറ്റ് ഈസ് ഡിഫറെൻറ്റ്. അപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് കൈൻഡിലുള്ള സാധനമാണ്. സോ അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പയർ ചെയ്യാൻ പറ്റൂല. ഓക്കെ, പിന്നെ നമ്മൾ ഒരു ഇക്വേഷൻ പഠിക്കാറുണ്ട്. അതായത് ന്യൂ ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു B/A ഓഫ് ഓൾഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ട്, അല്ലേ? യെസ്. സോ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ വെയിറ്റ് ഒരു 50 കിലോ ആണ് എന്ന് വിചാരിക്കുക. ഇത് നിങ്ങൾ ഒരു 5:6 എന്ന രീതിയിൽ നിങ്ങളുടെ വെയിറ്റ് ഇൻക്രീസ് ചെയ്തു. സോ അങ്ങനെയാണെങ്കിൽ ഓക്കെ, സോ 50ന്ന് എത്രയിലോട്ട് എത്തി എന്നുള്ളതാണ് ചോദ്യം. സോ ദ ന്യൂ വെയിറ്റ് വിൽ ബി 50 × 6/5, അല്ലേ? സോ വിച്ച് ഈസ് ഈക്വൽ ടു 60. സോ ഈ രീതിയിൽ വേണം നമ്മൾ സോൾവ് ചെയ്യാൻ. സോ B/A ഇൻറ്റു ഓൾഡ് ക്വാണ്ടിറ്റി. ക്ലിയർ ആണോ? യെസ്, സംഭവം ഓക്കെ അല്ലേ? യെസ്. പിന്നെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് കുറച്ച്. ഇൻവേഴ്സ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം, അല്ലേ? സോ ഇൻവേഴ്സ് റേഷ്യോ എന്ന് പറയുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം, അല്ല? ഇൻവേഴ്സ് റേഷ്യോ എന്താ, A:B ഇൻവേഴ്സ് റേഷ്യോ എന്ന് പറയുമ്പോൾ B:A ആണ് വരുന്നത്, അല്ലേ? പിന്നെ അറിയേണ്ടത് കോമ്പൗണ്ട് റേഷ്യോ ആണ്. സോ കോമ്പൗണ്ട് റേഷ്യോ, അല്ലെ? കോമ്പൗണ്ടഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്, കോമ്പൗണ്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്, അല്ലേ? കോമ്പൗണ്ട് റേഷ്യോ എന്ന് പറഞ്ഞു ചോദിച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ A:B ആൻഡ് C:D കോമ്പൗണ്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, AB:CD എന്ന രീതിയിൽ വേണം ചെയ്യാൻ. ക്ലിയർ ആണോ? യെസ്. ആദ്യത്തെ രണ്ടിൻ്റെയും ആൻറ്റിസിഡൻസ് എല്ലാം, രണ്ടല്ല, ഇപ്പോൾ ചിലപ്പോൾ 3-4 റേഷ്യോസ് ഉണ്ടെങ്കിൽ നമുക്ക് ആൻറ്റിസിഡൻസ് ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യാം ആൻഡ് ദെൻ കോൺസിക്വൻസ് ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യാം. ക്ലിയർ? സോ AB:CD എന്ന രീതിയിൽ വേണം എന്ത് ചെയ്യാൻ, കോമ്പൗണ്ട് റേഷ്യോ എടുക്കാൻ. ക്ലിയർ അല്ലേ? ഓക്കെ. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ, അല്ലേ? സോ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ആൻഡ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ചോദിക്കുന്നുണ്ട്. സോ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ, ഡ്യൂപ്ലിക്കേറ്റ് ആൻഡ് ട്രിപ്ലിക്കേറ്റ് ഒന്ന് A²:B² ആണ്. അതേപോലെ ഇത് A³:B³ ആണ്. അതേപോലെ നമുക്ക് സബ് ചോദിക്കാം, അല്ലേ? സബ് ഡ്യൂപ്ലിക്കേറ്റ് ആൻഡ് സബ് ട്രിപ്ലിക്കേറ്റ് എന്ന രീതിയിൽ ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലേ? സബ് ഡ്യൂപ്ലിക്കേറ്റ് ആൻഡ് സബ് ട്രിപ്ലിക്കേറ്റ്. സോ അങ്ങനെ ചോദിക്കുമ്പോൾ ഇറ്റ് ഈസ് എന്താ പറയുക, √A √B എന്ന രീതിയിലും ഇത് √A √B എന്ന രീതിയിലാണ് വരുന്നത്. ക്ലിയർ അല്ലേ? യെസ്. സോ സബ് ഡ്യൂപ്ലിക്കേറ്റും ക്ലിയർ ആണല്ലോ? ഓക്കെ. പിന്നെ കണ്ടിന്യൂഡ് റേഷ്യോ ചോദിക്കാറുണ്ട്. അതായത് 2-3 റേഷ്യോസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2:3:4 എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു കണ്ടിന്യൂഷൻ വരുന്നുണ്ടെങ്കിൽ രണ്ടിൽ കൂടുതലൊക്കെ ഐറ്റംസ് വരുന്ന കേസിലാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ അല്ലേ? യെസ്. പിന്നെ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള പ്രൊപ്പോർഷൻസ് നോക്കാം. സോ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞിട്ട് പഠിക്കുമ്പോൾ ഓക്കെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇക്വാലിറ്റി ഓഫ് റേഷ്യോസ്. ഓക്കെ, സോ ഇക്വാലിറ്റീസ് ഓഫ് 2 റേഷ്യോസിനെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക, പ്രൊപ്പോർഷൻ എന്ന് പറയാൻ പറ്റുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ A:B = C:D ആണെങ്കിലാണ് നമ്മൾ ABCD ആർ പ്രൊപ്പോർഷണൽ എന്ന് പറയുക, അല്ലേ? സോ അതിൽ എയും ഡിയും എക്സ്ട്രീം എൻഡിലുള്ള കാര്യങ്ങളാണ്. സോ ഇതൊക്കെ എക്സ്ട്രീംസ് ആണെന്നും CD എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക, എക്സ്ട്രീം എൻഡിലാണ്, ഇത് മീൻസ് ആണ്. ഓക്കെ, സോ എക്സ്ട്രീംസ് ആൻഡ് മീൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് വരുന്നത്. ക്ലിയർ അല്ലേ? യെസ്. സോ ABCD ആർ പ്രൊപ്പോർഷണൽ ഇഫ് A:B = C:D. സോ അങ്ങനെയാണെങ്കിൽ വി നോ ദാറ്റ് ഇത് ക്രോസ് ചെയ്യുക, A/B = C/D, അല്ലേ? ഇത് ക്രോസ് ചെയ്യുകയാണെങ്കിൽ എന്താ കിട്ടുക, യെസ്, AD = BC എന്ന് പറഞ്ഞിട്ട് കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ. അതേപോലെ നമുക്കിപ്പോൾ 3 ടേംസ് ആണല്ലേ, ABC, ഇത് 3 പ്രൊപ്പോർഷണൽ എന്ന് പറയണമെങ്കിൽ ഓക്കെ, A:B ഷുഡ് ബി ഈക്വൽ ടു B:C ഓർ A/B = B/C. ഇത് ക്രോസ് ചെയ്യുവാണെങ്കിൽ സോ വി വിൽ ഗെറ്റ് AC = B², അല്ലേ?
അതേപോലെ ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സി എന്ന് കിട്ടും. സോ ഇവിടെ ബി ആണ് മീൻ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, കംപ്ലീറ്റ് ആണോ? സെറ്റാണോ? ഓക്കെ, ഗുഡ്. നെക്സ്റ്റ്. ഓക്കെ, സോ ഇത് കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് പ്രോപ്പർട്ടീസ് പഠിക്കാം. പ്രൊപ്പോർഷൻ്റെ പ്രോപ്പർട്ടീസിലോട്ട് പോകാം. ഓക്കെ, നമ്മൾ ഓൾറെഡി പഠിച്ചു എ ഡി ഈക്വൽ ടു ബി സി ആയിരിക്കുന്നു പഠിച്ചു അല്ലേ. എ ബൈ ബി ഈക്വൽ ടു സി ബൈ ബി ആണെങ്കിൽ എ ഡി ഈക്വൽ ടു ബി സി ആയിരിക്കും. ഇവിടെ നമുക്ക് ഇൻവേഴ്സ് എടുത്ത് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് മീൻസ് ബി ബൈ എ ഈക്വൽ ടു ഓക്കെ സോറി മിനിറ്റ് എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി ആണ്. ഓക്കെ, സോ ഇതിൻ്റെ ഇൻവേഴ്സ് എടുക്കുകയാണെങ്കിൽ ഓക്കെ എ ബൈ ബിക്ക് പകരം നമുക്ക് ബി ബൈ എ ഈക്വൽ ടു ഡി ബൈ സി എന്ന് എടുക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് നോൺ ആസ് ഇൻവേർട്ടെൻഡോ. ക്ലിയർ അല്ലേ? ഇൻവേർട്ടെൻഡോ. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഓൾട്ടർനെൻഡോ. ഓൾട്ടർനെൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ. സി ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ ടേക്കിംഗ് എ ബൈ സി ഈക്വൽ ടു ബി ബൈ ഡി എന്ന് എഴുതുവാണെങ്കിൽ ഇതിന് നമുക്ക് ഓൾട്ടർനെൻഡോ എന്ന് പറയാം. ക്ലിയർ? യെസ്. പിന്നെ അതേപോലെ എ പ്ലസ് ബി ബൈ ബി ഈക്വൽ ടു സി പ്ലസ് ഡി ബൈ ഡി എന്നെടുക്കുകയാണെങ്കിൽ വി ക്യാൻ സേ ഇറ്റ് ഇസ് എന്താണ് കോമ്പോണൻറ്റോ. ഓക്കെ, കോമ്പോണൻറ്റോ. അതേപോലെ എ മൈനസ് ബി ബൈ ബി ഈക്വൽ ടു സി മൈനസ് ഡി ബൈ ഡി ആണെങ്കിൽ ഡിവിഡൻറ്റോ. ഓക്കെ, പിന്നെ കോമ്പോണൻറ്റോ ആൻഡ് ഡിവിഡൻറ്റോ ഉണ്ട്. അതായത് എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ ബി എ പ്ലസ് ബി ഡിവൈഡ് ബൈ എ മൈനസ് ബി ഈക്വൽ ടു സി പ്ലസ് ടി ഡിവൈഡ് ബൈ സി മൈനസ് ടി. സോ ഇതാണ് കോമ്പോണൻറ്റോ ആൻഡ് ഡിവിഡൻറ്റോ എന്ന് വരുന്നത്. ഓക്കെ അല്ലേ? സോ കോമ്പോണൻറ്റോ ആൻഡ് ഡിവിഡൻറ്റോ എന്ന് വരും. ക്ലിയർ ആണോ? യെസ്. ഓക്കെ, പിന്നെ അതേപോലെ നമുക്ക് ഇഫ് എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി ഈക്വൽ ടു ഇ ബൈ എഫ് ഈക്വൽ ടു ഒരു കെ ഒക്കെയാണ് എന്ന് വിചാരിക്കുക. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എ പ്ലസ് സി പ്ലസ് ഇ ഡിവൈഡഡ് ബൈ ബി പ്ലസ് ഡി പ്ലസ് എഫ്. ഓക്കെ, സോ ഈ ന്യൂമറേറ്റേഴ്സൊക്കെ ആഡ് ചെയ്യുക. ഓക്കെ, അതേപോലെ ഡിനോമിനേറ്റേഴ്സ് ആഡ് ചെയ്തിട്ട് താഴെ ഇടാം. സോ ദാറ്റ് ഇത് നമുക്ക് എന്ത് കിട്ടും? കെ തന്നെയായിരിക്കും കിട്ടാം. ക്ലിയർ അല്ലേ? ഓക്കെ, സോ സെറ്റാണോ? ഗുഡ്. ഇതിനെ നമുക്ക് അഡെൻഡോ എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? അഡെൻഡോ. സിമിലർലി സബ്ട്രാഹെൻഡോ ഉണ്ട്. സബ്ട്രാഹെൻഡോ. സബ്ട്രാഹെൻഡോ എന്ന് പറഞ്ഞാൽ എ മൈനസ് സി മൈനസ് ഇ ഡിവൈഡഡ് ബൈ ബി മൈനസ് ഡി മൈനസ് എഫ്. ഓക്കെ, സോ ഇങ്ങനെ പറയുകയാണെങ്കിൽ വി ക്യാൻ സേ ഇറ്റ് ഇസ് സബ്ട്രാഹെൻഡോ. ക്ലിയർ അല്ലേ? ഓക്കെ, so addendo, subtrahendo. Clear അല്ലേ? So this will be also equal to k. ഇനി അടുത്തത് ഇപ്പോൾ സപ്പോസ് നമ്മൾ ടീ ബാഗിനൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ 10 രൂപ പെർ കെ ജി ഉള്ള ഒരു ടീ ബാഗും ഒരു 14 രൂപ പെർ കെ ജി റുപ്പീസുള്ള, അതായത് ₹14 ₹10 ആണ്. ₹10 പെർ കെ ജി ഉള്ള ടീ ബാഗും ₹14 പെർ കെ ജി ഉള്ള ടീ ബാഗും രണ്ടും കൂടി നമ്മൾ മിക്സ് ചെയ്യണമെന്ന് വിചാരിച്ചോ. ഓക്കെ, സോ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 11 രൂപ പെർ കെ ജി വരുന്ന ഒരു ടീ ബാഗ് യൂസ് ചെയ്യണം, ഒരു ടീ ബാഗ് ഫോം ചെയ്യണമെന്ന് വിചാരിച്ചോ. സോ അങ്ങനെ ഏത് റേഷ്യോയിലാണ് ഇത് രണ്ടും മിക്സ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഓക്കെ നമുക്കിത് ക്രോസ് ചെയ്താൽ മതി. അതായത് 14 - 11 ഈസ് ഈക്വൽ ടു 3. ഓക്കെ, സോ 10ഉം 11ഉം തമ്മിലുള്ള ഡിഫറൻസ് ഇസ് 1. സോ 3:1 എന്ന രീതിയിൽ എടുത്താലേ ഇത് ശരിയാവുള്ളൂ. സോ അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് 10 കിലോനുണ്ട്, 3 കിലോ എടുക്കണം. ഓക്കെ, സോ 3 കിലോ 10 രൂപയുടെ സാധനം എടുക്കുമ്പോൾ അവിടെ നമ്മുടെ ചിലവ് 30 രൂപ. ഓക്കെ, 1 കിലോ, സോ 1 ആണല്ലോ വരുന്നത് അല്ലേ. സോ 14 റുപ്പീസുള്ള 1 കിലോയുടെ എടുക്കുവാണെങ്കിൽ 44. സോ ഇവിടെ 4 കെ ജി വരും. സോ 4 കെ ജിക്ക് 44 എന്ന് പറയുമ്പോൾ ആവറേജ് എത്ര വരിക? 11. ക്ലിയർ അല്ലേ? ഓക്കെ, സോ 44 ഡിവൈഡ് ബൈ 4 എന്ന രീതിയിൽ 11 ആണ് കിട്ടുക. ക്ലിയർ ആണോ? സെറ്റ് അല്ലേ? ഗുഡ്. ഓക്കെ, പിന്നെ ഇത് ചിലപ്പോൾ നമുക്ക് ഇത് കോസ്റ്റാണ്. 11 എന്ന് പറയുന്നത് കോസ്റ്റാണ്. ഇപ്പോൾ ചിലപ്പോൾ മക്കളെ നമ്മൾ 10ഉം 14ഉം തന്നിട്ട് നിങ്ങളോട് പറയും 12 രൂപയ്ക്ക് സെല്ലിംഗ് പ്രൈസ് എന്ന രീതിയിൽ വിറ്റു. ഓക്കെ, സോ 12 രൂപയ്ക്ക് വിറ്റു എന്ന് പറയുന്നു. എന്നിട്ട് 10% പ്രോഫിറ്റ് ഓൺ സെയിൽ എന്ന് പറയുന്നത്, പ്രോഫിറ്റ് ഓൺ സെയിൽ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ 12 രൂപയുടെ മുകളിൽ നമുക്ക് 10% പ്രോഫിറ്റ് ഉണ്ട്. ദാറ്റ് മീൻസ് 1.2 ആണ് എന്ത് വരുന്നത്?
പ്രോഫിറ്റ് വരിക അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കോസ്റ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ കോസ്റ്റ് വിൽ ബി ഈക്വൽ ടു 12 മൈനസ് 10%, 1.2, സോ വിൽ ഗെറ്റ് 10.8 എന്ന് കിട്ടും. അപ്പോൾ 10 രൂപയുടെ സാധനവും 14 രൂപയുടെ സാധനവും നമ്മൾ മിക്സ് ചെയ്തിട്ട് 10.8 എന്നുള്ള ആവറേജ് കോസ്റ്റിലേക്ക് എത്തിക്കുക. അപ്പോൾ അങ്ങനെ എത്തിക്കുവാണെങ്കിൽ ഇവിടെ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ വിൽ ഗെറ്റ് 3.2 ആൻഡ് ഇപ്പുറത്ത് 0.8 എന്ന് വരും. സോ ദ റേഷ്യോ ഈസ് 3.2:0.8. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 4:1 എന്ന രീതിയിൽ വരും. ക്ലിയർ? സെറ്റാണോ? ഓക്കെ. സോ ഇതാണ് നമുക്ക് പ്രൊപ്പോർഷൻ ആൻഡ് റേഷ്യോസ് ഈ 2 ടോപ്പിക്സിലായിട്ട് പഠിക്കാനുള്ളത്. സെറ്റാണല്ലോ? ഗുഡ്. ഇൻഡിസസ്. സി അടുത്ത ചാപ്റ്ററാണ് ഇൻഡിസസ് എന്നുള്ള ചാപ്റ്റർ. സോ അതിൽ നമുക്ക് ഒരുപാട് ഇക്വേഷൻസ് ആയിട്ടാണ് പഠിക്കാനുള്ള അല്ലേ. നമുക്കറിയാം, അതായത് a⁻m × a⁻n ഈക്വൽ ടു a⁻m + n, a⁻m ഡിവൈഡഡ് ബൈ a⁻n ഈക്വൽ ടു a⁻m - n, a⁻0 എന്താ 1, a⁻1 എന്താ a, a⁻m n എന്താ a⁻m n എന്ന് വരുന്നത് അല്ലേ. അതേപോലെ ഇപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ab⁻n ചോദിച്ചാൽ നമുക്ക് a⁻n × b⁻n എഴുതാൻ പറ്റും. a/b⁻n ചോദിച്ചാൽ a⁻n ഡിവൈഡഡ് ബൈ b⁻n എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ. പിന്നെ a⁻m ഈക്വൽ ടു b⁻m ആണെങ്കിൽ ദിസ് വിൽ ഇംപ്ലൈ a ഈക്വൽ ടു b. അതേപോലെ a⁻m ഈക്വൽ ടു a⁻n ആണെങ്കിൽ ദിസ് ഇംപ്ലൈസ് m ഈക്വൽ ടു n. അതായത് ബേസ് ഈക്വൽ ആണെങ്കിൽ പവർ ഈക്വൽ ആണെന്നും പവർ ഈക്വൽ ആണെങ്കിൽ ബേസ് ഈക്വൽ ആണെന്നും അല്ലേ. പിന്നെ a⁻−1 ഈക്വൽ ടു 1/a, a⁻- എനി നമ്പർ ഓക്കെ m ഈക്വൽ ടു 1/a⁻m വരും അല്ലേ. പിന്നെ √a ക്യാൻ ബി റിട്ടൺ ആസ് a⁻1/2. പിന്നെ nth റൂട്ട് ഓഫ് a ക്യാൻ ബി റിട്ടൺ ആസ് a⁻1/n. ഇത് പറയാം. ഓക്കെ. ഇനിയിപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, a⁻1/m ഈക്വൽ ടു b ആണെങ്കിൽ ഓക്കെ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് a ഈക്വൽ ടു b⁻m. മനസ്സിലായോ? ഓക്കെ. സോ a ഈക്വൽ ടു b⁻m എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. അതേപോലെ ഇപ്പോൾ a⁻1/m ഈക്വൽ ടു b⁻1/n ആണെങ്കിൽ ദിസ് ഇംപ്ലൈസ് ഇത് ക്രോസ് ചെയ്യുമ്പോൾ a⁻n ഈക്വൽ ടു b⁻m ഇങ്ങനെയും കിട്ടും. സെറ്റാണോ? ഓക്കെ, ഗുഡ്. ശരി. ഇതൊക്കെയാണ് മേജറായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഇക്വേഷൻസ്. പിന്നെ നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തായാലും ഞാൻ ബാക്കിയുള്ള ചാപ്റ്റേഴ്സുമായി കണക്ട് ചെയ്തിട്ട് പറയാം. സി വി നോ ദാറ്റ് a+b² അല്ലേ. യെസ്, എന്താണ് a² + b² + 2ab. ഓക്കെ. അതേപോലെ a-b² ആണെങ്കിൽ a² - 2ab + b². പിന്നെ a² - b² ക്യാൻ ബി റിട്ടൺ ആസ് a+b × a-b അല്ലേ. പിന്നെ a-b³ ഓക്കെ. സോ a-b³ ആണ് ചോദിച്ചെങ്കിൽ a³ മൈനസ് പ്ലസ് ആണ് ചോദിച്ചോ. പ്ലസ് ആണെങ്കിൽ a³ + b³ + 3ab × a+b ഈ മോഡലാണ് വരുന്നത്. അതേപോലെ a-b³ ആണെങ്കിൽ a³ - b³ - 3ab × a-b. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ഗുഡ്. ഓക്കെ. പിന്നെ ഇത് ക്ലിയർ ആണല്ലോ സംഭവം എന്താണെന്നുള്ളത്. ഐഡിയറ്റി. ഗുഡ്, വെരി ഗുഡ്. സെറ്റ്. സോ ഇതാണ് മേജറായിട്ട് നമുക്ക് ഇൻഡിസസ് എന്നുള്ള ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. സെറ്റാണോ? ഓക്കെ, ഗുഡ്. അടുത്തത് ലോഗ് എന്നുള്ള ടോപ്പിക്കിലോട്ട് പോകാം. ലോഗരിതം. ഓക്കെ. അവിടെ ലോഗരിതം ചാപ്റ്ററിൽ വരുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള കാര്യം മനസ്സിലാക്കാം. സപ്പോസ് ഇപ്പോൾ 2⁻3 = 8 ആണ് നമുക്കറിയാം അല്ലേ. 2⁻3 = 8. സോ അങ്ങനെയാണെങ്കിൽ ഐ ക്യാൻ റൈറ്റ് log 8⁻2 = 3. ക്ലിയർ അല്ലേ? log 8⁻2 = 3 എന്ന രീതിയിൽ എഴുതാൻ പറ്റും. ക്ലിയർ ആണോ? ഓക്കെ. ഇപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു സിമ്പിളായിട്ടുള്ളൊരു കാൽക്കുലേറ്റർ ടെക്നിക്ക് പറഞ്ഞുതരാം. നമുക്ക് കാൽക്കുലേറ്റർ വെച്ചിട്ട് എങ്ങനെയാണ് ലോഗ് സോൾവ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് പറഞ്ഞുതരാം. നോക്കിക്കോ. നിങ്ങളിപ്പോൾ log 8⁻2 എന്ന രീതിയിൽ കാൽക്കുലേറ്റർ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി എന്ന് വെച്ചാൽ 8 ഓക്കെ √12 ടൈംസ് അടിച്ചിട്ട് -1 കൊടുക്കുക. ഓക്കെ. ആ നമ്പർ അതേപോലെ താഴെയുള്ള 2 √12 ടൈംസ് അടിച്ചിട്ട് -1 കൊടുക്കുക. സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ്റെ വാല്യൂ കിട്ടും. സോ ഇവിടെ 3. സോ നിങ്ങൾ ചെയ്യേണ്ട സ്പീഡായിട്ട് ചെയ്യാൻ ഇവിടെ ഭയങ്കര സിമ്പിളാണ്. എന്താ ചെയ്യാൻ പറ്റുക? യെസ്, നിങ്ങൾ ആദ്യം ഡിനോമിനേറ്റർ ജസ്റ്റ് 2 അടിക്കുക. എന്നിട്ട് √12 ടൈംസ് കൊടുക്കുക. ഓക്കെ. എണ്ണിട്ട് കൊടുക്കുക. √12 ടൈംസ് റൂട്ട് അങ്ങനെ പറഞ്ഞിട്ട് 12 ടൈംസ് കൊടുക്കുക. -1 കൊടുക്കുക.
ഓക്കെ, എന്നിട്ട് അത് സേവ് ചെയ്യുക. ഹൗ ടു സേവ്? യെസ്, എം പ്ലസ് അടിച്ചിട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് സേവ് ചെയ്തതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ 8√12 ടൈംസ് -1 കൊടുക്കാം. സോ ദാറ്റ് നിങ്ങൾക്ക് ഈ ന്യൂമറേറ്ററിലെ വാല്യൂ കിട്ടും. ഡിവൈഡഡ് ബൈ MRC അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസറായ 3 എന്ന് കിട്ടും. ക്ലിയർ? ഓക്കെ, പിന്നെ നമുക്കിവിടെ പഠിക്കാനുള്ള കുറച്ച് പോയിന്റ്സും കൂടി പറയാം. സി ലോഗ് ഇപ്പോൾ 8 ഇങ്ങനെ തന്നിട്ടുണ്ടെന്ന് വിചാരിച്ചു. ഫോർ എക്സാമ്പിൾ മക്കളെ, നമുക്ക് ലോഗ് 8⁴ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം log 8 can be written as 2⁻³ അല്ലേ? യെസ്, 4 can be written as 2⁻² അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ഈ 3നെയും 2നെയും പുറത്തെടുത്ത് നമുക്ക് 3/2 log 2⁻² എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ ആണോ? യെസ്, ബട്ട് മനസ്സിലാക്കുക, എടാ log 2⁻² എന്താണ്? അതായത് ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് ടേക്ക് ലോഗ്, ഓക്കെ, 1 അല്ല, log 10⁻10 എടുക്കാം. ഓക്കെ, എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 10⁻, ഏത് നമ്പറാണ് 10 കിട്ടുക? 1 അല്ലേ? ഇപ്പോൾ log 1⁻10 ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? 10⁻, ഏത് നമ്പറാണ് 1 കിട്ടുക? 0 ഇട്ടാലല്ലേ? ഗുഡ്. ഓക്കെ, മനസ്സിലായോ? യെസ്, അപ്പോൾ log 1 ഇട്ട് കഴിഞ്ഞാൽ (10) ആണെങ്കിൽ 0ഉം, log 10⁻10 ആണെങ്കിൽ 1ഉം അല്ലേ? യെസ്, ഇപ്പോൾ മക്കളെ നോക്ക്, നിങ്ങൾ ഫോർ എക്സാമ്പിൾ ലോഗ് ഞാനിപ്പോൾ 2⁻10 കിട്ടുമെന്ന് വിചാരിച്ചോ, ഇവിടെ നമുക്ക് 0.something ഒക്കെ കിട്ടാം. സോ 0.3 ഒക്കെയാണ് കിട്ടുന്നതെന്ന് വിചാരിച്ചു, 0.301 ആണ് കിട്ടുന്നത് വിചാരിക്കുക. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ 0നെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയാം. ഓക്കെ, സോ 0നെ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് എന്നും, ഇപ്പുറത്തുള്ള ഡെസിമൽ പാർട്ടിനെ, ഇത് ഇൻറ്റിജർ പാർട്ടാണ്. ഓക്കെ, ഇൻറ്റിജർ പാർട്ടിനെ വി വിൽ കോൾ ഇറ്റ് ആസ് ക്യാരക്ടറിസ്റ്റിക്. ഡെസിമൽ പാർട്ടിനെ നമുക്ക് മാൻറ്റിസ എന്നും വിളിക്കാം. ഓക്കെ അല്ലേ? സോ മാൻറ്റിസ. സോ ക്യാരക്ടറിസ്റ്റിക് ആൻഡ് മാൻറ്റിസ എന്ന രീതിയിലാണ് വരുന്നത്. സെറ്റാണോ? ഓക്കെ, ഇനി ഇതിപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റിനെ log 8⁻3² ആണ് ചോദിക്കുന്നത് വിചാരിച്ചോ, ഫോർ എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ 3² മീൻസ്, അതായത് മക്കളെ log 8�9 ആണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് log 2³ എന്ന് എടുക്കാം. അപ്പോൾ ഇവിടെ 3യും 2 ഉണ്ട്, സോ 3/2 എടുക്കുക. ബാക്കി വരുമ്പോൾ log 2⁻3 വരും. സോ ദിസ് വിൽ ബി ദ ഫൈനൽ ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ, അച്ഛാ, ഇനിയിപ്പോൾ സപ്പോസ് ഇപ്പോൾ log 6 ചോദിക്കുകയാണ്. ഓക്കെ, സോ അതിൻ്റെ ആൻസർ വിൽ ബി log 2 + log 3. സോ മക്കളെ നോക്കിക്കോ, ഇവിടെ പ്രൊഡക്റ്റാണ് വരുന്നതെങ്കിൽ ഈക്വൽ ആണ്. നമ്മൾ ഓൾറെഡി ഇതിൽ പഠിച്ചു, ഇൻഡിസസിൽ പഠിച്ചു. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ പ്ലസ് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്യുമ്പോൾ മൈനസ് ചെയ്യുന്നുണ്ട്, ആൻഡ് പവർ എടുക്കുന്ന സമയത്ത് ഇൻറ്റു ചെയ്യുന്നുണ്ടല്ലോടാ. അതിൻ്റെ നേരെ തിരിച്ചാണ് ഇവിടെ വരുന്നത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻറ്റു ചെയ്യുന്ന സമയത്ത് ഈക്വൽ ടു വരണം, ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് മൈനസ് വരണം അല്ലേ? പവർ എടുക്കുന്ന സമയത്ത് നമ്മൾ ഇൻറ്റു വരണം എന്നല്ലേ പറഞ്ഞേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, log 3 × 2. ഓക്കെ ആണോ? അല്ലെങ്കിൽ log 2 × 3 എന്ന് പറയുമ്പോൾ log 2 + log 3 ആണ്. അതേപോലെ log 2 / 3 ചോദിച്ചാലും ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? log 2 - log 3 എന്ന് കൊടുക്കാം. ക്ലിയർ ആണോ? യെസ്, ആൻഡ് ലാസ്റ്റ്ലി നെക്സ്റ്റ് log 2⁻3 എന്ന് വരുവാണെന്ന് വിചാരിച്ചു, പവർ വരുവാണെങ്കിൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 3 log 2 എന്ന് കൊടുക്കാം. ഓക്കെ, യെസ്. പിന്നെ ഒരു കാര്യം മക്കളെ, നമുക്ക് ഇവിടെ ലോഗിൽ താഴെ എന്താണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ലല്ലോ, ബേസ് എന്താണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ലല്ലോ. സോ ഇവിടെ നമ്മൾ വെറുതെ ലോഗ് പറയുമ്പോൾ നമ്മൾ യൂഷ്വലി എടുക്കുന്നത് നാച്ചുറൽ ലോഗാണ് എടുക്കുക. നാച്ചുറൽ ലോഗ് എന്ന് പറയുമ്പോൾ ദ ബേസ് ഈസ് 10. ക്ലിയർ ആണോ? സോറി, നാച്ചുറൽ ലോഗ് അല്ല, സോറി മക്കളെ, കോമൺ ലോഗാണ്. കോമൺ ലോഗാണ് എടുക്കുക. കോമൺ ലോഗ് ഈസ് ബേസ് 10. ഓക്കെ, സോ നാച്ചുറൽ ലോഗ് ഈസ് ബേസ് എത്ര വരുന്നത്? ഇ. കറക്റ്റ്, വെരി ഗുഡ്. ശരി, അപ്പോൾ ഞാൻ നിങ്ങളെ തെറ്റിച്ചതാണ് കേട്ടോ. ഓക്കെ, ആക്ച്വലി ഈയുടെ വാല്യൂ എന്താണ്? 2.71823 അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി ശ്രദ്ധിച്ചിരിക്കണം, ഇതൊക്കെ ഓക്കെ അല്ലേ മക്കളെ? വെരി ഗുഡ്. ഇനിയിപ്പോൾ സംടൈംസ് ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാറുണ്ട്, log a⁻b × log c⁻d = log a⁻d വരും അല്ലേ? അതേപോലെ ഇപ്പോൾ log a⁻b ക്യാൻ ബി റിട്ടൺ ആസ് 1/log b⁻a. ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ചോദിക്കാം, log of 60. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. log of 60 ചോദിക്കുക. അവിടെ log of 60 ചോദിച്ചു കഴിഞ്ഞാൽ വി ഹാവ് ടു റൈറ്റ് ഇറ്റ് ആസ് log. ഓക്കെ, എന്തൊക്കെയാണ്? 2 × 3 6 കിട്ടിയല്ലോ, × 10 അല്ലേ വരുന്നത്? ശരി. സോ മക്കളെ നോക്കിക്കോ, log 2 × log 3 × log 10 മനസ്സിലാക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ ഇൻറ്റു വരുന്ന സമയത്ത് ഇങ്ങനെ പ്ലസ് വരിക അല്ലേ? യെസ്. സോ ആക്ച്വലി ഇങ്ങനെയല്ലേ വരണ്ടേ? അപ്പോൾ ഇവർ ഓൾറെഡി ഇപ്പോൾ log 2 = x തന്നിട്ടുണ്ടെന്ന് വിചാരിക്കും, log 3 = y തന്നതെന്ന് വിചാരിക്കും. അങ്ങനെ log 10 ഓൾറെഡി നമുക്കറിയാം. എടാ ബേസ് 10 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 1 ആയിരിക്കില്ലേ? സോ ദ ആൻസർ വിൽ ബി x + y + 1 = x + y + 1 ആണ് log 60 എന്ന് വരാം. മനസ്സിലായോ? അതായത് നമുക്കിപ്പോൾ log 60 തന്നു വിചാരിക്കുക. സോ വി ആർ റൈറ്റിംഗ് ഇസ് log 2 × 3 × 10 എന്ന് എഴുതാം.
എന്നിട്ട് ഇവിടെ എന്താണോ ലോഗ് 2ന് വാല്യൂ തന്നെ അതിവിടെ ഇട്ട് കൊടുക്കുക. ഇൻറ്റ് വരുമ്പോൾ പ്ലസ് എടുക്കുക, 3 വരുമ്പോൾ എഗെയിൻ ലോഗ് 3യുടെ വാല്യൂ എടുക്കാം. ഓക്കെ, ഇൻറ്റ് വരുമ്പോൾ പ്ലസ് എടുക്കുക, 10 വരുമ്പോൾ ലോഗ് 10ൻ്റെ വാല്യൂ എടുക്കാം. മനസ്സിലായോ? സോ ഫോർ എക്സാമ്പിൾ ലോഗ് 1.2 ഒക്കെ ചോദിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോഗ് 2 × 3 ഡിവൈഡഡ് ബൈ 10 എന്ന് എഴുതി കൂടെ. എടാ 2 × 2 × 3 എത്രയാ? 12 അല്ലേ? 12 ഡിവൈഡ് ബൈ 10 അടിക്കുമ്പോൾ എന്ത് കിട്ടും? 1.2 കിട്ടൂലേ? യെസ്, കറക്റ്റ്. സോ ദാറ്റ് മീൻസ് യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ലോഗ് സോ പോട്ടെ ലോഗ് 2 പ്ലസ് ലോഗ് 3 മൈനസ് ലോഗ് 10 അങ്ങനെ വരണ്ടേ. സോ 2 വരുന്ന സമയത്ത് എക്സ് ഇട പ്ലസ് ഇട വൈ ഇട മൈനസ് 1 ഇട്ട് കൊടുക്കുക. സോ ദ ആൻസർ ഈസ് 2x plus y minus 1. ക്ലിയർ ആണോ? 2x plus y minus 1. സോ ഇതാണ് സംഭവം. സെറ്റാണല്ലോ? വെരി ഗുഡ്. സോ ഇതാണ് നമുക്ക് ലോഗരിതം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ടോപ്പിക്. സെറ്റല്ലേ? ഓക്കെ, സോ വെരി ഗുഡ്. സ്റ്റോപ്പ്.